പ്രിയപ്പെട്ടവരെ, കക്കാട് നാരായണൻ നമ്പൂതിരി എന്ന NN കക്കാട് അന്തരിച്ചിട്ട് 39 വർഷമായി. ജനുവരി 6, 87 ആണ് അദ്ദേഹം മരിച്ചത്. ഇന്നിപ്പോൾ ജനുവരി 24. ഈ 18 ദിവസങ്ങൾ ഈ മാസം കഴിഞ്ഞിട്ടും കേരളത്തിൽ എവിടെയെങ്കിലും ഒരു അനുസ്മരണ സമ്മേളനം നടന്നതായിട്ട് അത്തരത്തിലൊന്നും കണ്ടില്ല. പതിവ് പോലെ അതും സാഹിതിയിൽ തന്നെ ആ ശ്രാദ്ധവും കൂട്ടുകയാണ്. ഞാൻ ഈ NN കക്കാടിനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും ഇത് ഈ ചേറൂരിൽ വെച്ച് തന്നെയാണ്. മറ്റു പല വലിയ എഴുത്തുകാരെയും പോലെ തകഴി മുതൽ വൈലോപ്പിള്ളിയും ഉറൂവും ഒറ്റക്കാടും ബഷീറും PK-നും ഒക്കെ കടന്നുപോയ വഴികളാണിത് ഈ ചേറൂർ. അത് ചേറൂരിൻ്റെ മഹത്വം കൊണ്ടല്ല, ഇവിടെ ജീവിച്ച 1-2 വ്യക്തികളുടെ അക്കിത്തത്തെയും കരുണാകരൻ നമ്പ്യാരെയും പോലുള്ള ചില വ്യക്തികളുടെ അതിഥികളായിട്ടാണ് ഈ എഴുത്തുകാർ മുഴുവൻ ഈ ചേറൂർ വന്നത്. എഴുത്തുകാർ മാത്രമല്ല, രാഷ്ട്രീയക്കാരും പനമ്പിള്ളിയെ പോലുള്ള രാഷ്ട്രീയക്കാർ പനമ്പിള്ളി വിവാഹം കഴിച്ച് ചേർന്നതാണ്. നിങ്ങൾ പെരിയാവ് കഴിഞ്ഞ് വരുമ്പോൾ കണ്ടിട്ടുണ്ടോ കുളയങ്ങാട്ട് അല്ലെങ്കിൽ പനമ്പിള്ളി നഗർ എന്ന് പറഞ്ഞു. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ താമസിച്ചിട്ടുള്ളത് രാമനിലയത്തിൽ, അല്ലെങ്കിൽ ഇവിടെ ഈ വഴിയുടെ അപ്പുറം അദ്ദേഹത്തിൻ്റെ മകൻ്റെ വീടുണ്ട്, മൂത്ത മകൻ്റെ, ആ വീട്ടിലായിരിക്കും. അവിടെ വന്നിട്ടുള്ളവരിൽ R. ശങ്കർ, K. കരുണാകരൻ, ഇക്കണ്ട വാര്യർ, VR. കൃഷ്ണകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ ഈ ചേറൂർ വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു സ്ഥലമാണിതെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ പൊതുവിലൊന്നും അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. കാരണം ചേറൂർ എന്ന സ്ഥലത്തിന് ഒരു സാഹിത്യമോ ഒരു സാംസ്കാരിക പാരമ്പര്യമോ ഇല്ല എന്നുള്ളത്. ഒരുതരം നിസ്സംഗതയാണ് അവർക്ക് എല്ലാത്തിനോടും പ്രകടിപ്പിക്കുന്നത്. ഇവിടെ അടുത്തുള്ള ഒരാൾക്ക് IAS കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പലരോടും പറഞ്ഞു, ഇത് 10ാം ക്ലാസ് ജയിക്കുന്ന ഒരു സംഗതിയല്ല IAS. ഈ ചേറൂരിൽ ഒരുത്തരും ഇതുവരെ IAS കിട്ടിയിട്ടില്ല, ഭാവിയിൽ കിട്ടുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് സ്വീകരണം, ഒരു അനുമോദനം കൊടുക്കാവുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു മനുഷ്യനും അതിന് തയ്യാറായില്ല. IAS അതിലൊക്കെ കൊണ്ട് കാര്യം എന്നുള്ള പോലെയാണ്. അപ്പോൾ അദ്ദേഹം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രാറാണ്. ആ സമയത്താണ് IAS കിട്ടുന്നത്. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂർ കളക്ടറായി. ഞാൻ ഒരു ചേറുള്ള ഒരാൾക്ക് തൃശ്ശൂർ കളക്ടറാവുന്നുള്ളത് ആദ്യമായിട്ടാണ് കേട്ടത്. ഇനിയെങ്കിലും ഒരു അനുമോദനത്തിന് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു, കൊടുത്തില്ല. അദ്ദേഹം അതുപോലെ തന്നെയാണ് നാട്ടുകാരോട് പ്രവർത്തിച്ചത്. അദ്ദേഹം ഏകദേശം 1.5 വർഷം കളക്ടറായിരുന്നു. ഒരു പൈപ്പ് പോലും ഈ ചേർന്ന് അദ്ദേഹം വെച്ചില്ല കളക്ടറുടെ കാര്യം. ഇപ്പോൾ റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹം ഇപ്പോഴും എൻ്റെ വീടിൻ്റെ അടുത്ത് അദ്ദേഹം ഇപ്പോൾ ഉണ്ട്. ഈ കക്കാടിൻ്റെ അനുസ്മരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരും ആഘോഷിച്ചില്ല, സാഹിത്യയിലും ആഘോഷിക്കുന്നു, ആചരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ നാടിൻ്റെ പരിസരം ഉൾപ്പെടെ 6 വായനശാലകളുണ്ട്. ചെറൂർ വായനശാല ഒഴിച്ചാൽ കുറ്റുമുക്ക്, വില്ലടം, വിയ്യൂര്, ഏവന്നൂര്, പെരിങ്ങാവ്, ഇവിടെയെല്ലാം വായനശാലകളുണ്ട്. സ്വന്തം കെട്ടിടവും സ്ഥലവുമുള്ള A ഗ്രേഡ് വായനശാലകളാണ്.
ഇവിടെ എവിടെയെങ്കിലും ഒരു അനുസ്മരണം നടന്നതായിട്ടൊന്നും കേട്ടോ. എല്ലാ വർഷവും ഗ്രാൻഡ് ലാപ്സ് ആവാതിരിക്കാൻ കുറേ പുസ്തകങ്ങൾ വാങ്ങിക്കും, അലമാരിൽ വെച്ച് കൂട്ടും. ഈ കൊല്ലം വാങ്ങിച്ച ലിസ്റ്റ് തന്നെ അടുത്ത കൊല്ലം വാങ്ങിക്കും. അതാണ് ഇവിടുത്തെ വായനശാലകൾ നടക്കുന്നത്. ഒരു പുസ്തക ചർച്ചയോ ഒരു സ്മൃതിയോ എന്തെങ്കിലും ഒരു സാഹിത്യ ചർച്ചയോ ഇവിടുത്തെ ഈ 6 വായനശാലകൾ നടക്കുന്നില്ല എന്നുള്ളത്. തൊട്ട് മുമ്പിലുണ്ട് വായനശാല. ഞാൻ അത്യാവശ്യം എഴുതി അത്യാവശ്യം ചെറുകിട പുരസ്കാരങ്ങൾക്കുള്ള ഒരാളാണല്ലോ. ഇന്ന് വരെ ഈ 6 വായനശാലകളിൽ നിന്ന് ഒരു മിസ്ഡ് കോൾ പോലും എനിക്ക് വന്നിട്ടില്ല. അതാണ് വായനശാലയുടെ പ്രവർത്തനം. പക്ഷെ വായനശാല പ്രവർത്തിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് മെമ്പർഷിപ്പിൽ എൻ്റെ വീടിനടുത്ത വായനശാലയിൽ അറിയോ, ആ മെമ്പർഷിപ്പ് അവർക്ക് ആരും കൊടുക്കുന്നില്ല. കാരണം അത്രയും ശല്യം കുറയേണ്ട ആളുകളെന്നാണ് ഈ വായനശാലക്കാരുടെ സ്ഥിതി. അത്രയും കുറവില്ല ആളുകളൊന്നും ശല്യപ്പെടുത്തുള്ളൂ. അവർക്ക് ചീട്ട് കളിക്കണം, ചില ദിക്കിലും മദ്യപാനവും നടക്കും. പക്ഷെ അവർക്ക് വരുമാനമുണ്ട്. രാഷ്ട്രീയക്കാരുടെ എല്ലാണ്ടെല്ലാം മീറ്റിങ്ങുകൾ വായനശാല നടക്കുന്നത്. ലഹരിക്കെതിരെ ബോധവൽക്കരണം, SSLCക്ക് A+ കിട്ടിയ കുട്ടികൾക്ക് സോപ്പും പെട്ടി വിതരണം, അമ്മമാർക്ക് ബോധവൽക്കരണ ക്ലാസ്, ഇതൊക്കെയാണ് ഈ വായനശാലകൾ നടക്കുന്നത്. സാഹിത്യം എന്ന് പറഞ്ഞൊരു സംഗതിയേ ഇല്ല. അവർക്ക് എന്ത് കക്കാട്. അപ്പൊ നിങ്ങളൊക്കെ ഒരു വായനശാല അടുത്തുള്ള വീടുകളിലുള്ള ആളുകളായിരിക്കണം. ഏതാണ്ട് എല്ലായിടത്തും ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ മുമ്പേ പറഞ്ഞ വലിയ എഴുത്തുകാരിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തകഴി മുതൽ ആളുകൾ ഇതിലേക്ക് കടന്നു പോയിട്ടുള്ള ആളുകളാണ്. ഇതൊന്നും ഇവിടുത്തെ വായനശാലകളൊന്നും അറിഞ്ഞിട്ടില്ല. ഈ വായനശാലകളുടെ പരിധിയിൽ ഒരു കവിയോ എഴുത്തുകാരനോ ഉള്ളതായിട്ട് ഇവർക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഈ വായനശാലകളുടെ പ്രവർത്തനം. ഒരു ലൈബ്രറി കൗൺസിലുണ്ട്. അവർ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? എല്ലാ വായനശാലക്കും ഒരു സർക്കുലർ കൊടുക്കണം. നിങ്ങളൊരു മാസം ഇത്ര മീറ്റിങ്ങുകൾ നടത്തണം, അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടണം, ഇത്രയും ഇന്ന സ്മൃതികൾ നടത്തണം, ഓരോ മാസം അയച്ചു കൊടുക്കണം ലിസ്റ്റ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗ്രാൻഡ് തരൂ എന്ന് പറയണം. അതാര് പറയണം? ലൈബ്രറി കൗൺസിൽ. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആര്? ഈ വായനശാലയുടെ ചേട്ടന്മാരല്ലേ അവിടെ ഇരിക്കുന്നത്. പിന്നെ അവരെങ്ങനെ പറയുന്നു? ഞാനിവിടുത്തെ ഒരു വായനശാല ചോദിച്ചു, ഇവിടുത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു. അതിൽ പോകുമ്പോൾ അങ്ങനെ ചോദിച്ചു, അതിനോടാ അവർക്ക് മറ്റുള്ളവരായിട്ട് ബന്ധമുണ്ടാവില്ല, ചുമ്മാ ഒരു വായനശാല. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഒരു അനുസ്മരണമെങ്കിലും കക്കാട് എന്ന് പറഞ്ഞ പാവത്തിനെ നമ്മൾ അനുസ്മരിക്കുന്നു. അടുത്ത വർഷം കക്കാടിൻ്റെ ജന്മശതാബ്ദിയാണ്. 1927 ജനിച്ചത്. ഏകദേശം 59 വയസ്സ് വരെ മാത്രം ജീവിച്ച ഒരു മനുഷ്യനാണ്. കോഴിക്കോട് അവിടനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഇപ്പം അത് മലപ്പുറം ജില്ലയിലാണ്. അദ്ദേഹം ജനിക്കുമ്പോൾ കോഴിക്കോടായിരുന്നു. കോട്ടൂർ പഞ്ചായത്ത് എന്ന് കേട്ടിട്ടുണ്ടാവും. ആ വലിയൊരു നോവൽ മലയാളത്തിലുണ്ടല്ലോ. ആ പഞ്ചായത്തിലാണ് ഈ അവിടനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ കക്കാടിൻ്റെ കുടുംബ വീടുണ്ട്. 39 വർഷം ഇദ്ദേഹം ഭരിച്ചിരുന്ന ആലോചിക്കണം. അത് ഏറ്റെടുക്കുന്ന സ്മാരകമാക്കുന്നൊക്കെ സർക്കാർ പറഞ്ഞെങ്കിലും അതിൻ്റെ ഓരോ ചുമരുകളായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അവസാനം സ്മാരകമാക്കുക പറമ്പ് മാത്രം ഒരുപക്ഷെ ഉണ്ടെങ്കിൽ ഉണ്ടായി എന്ന് പറയാം. കക്കാട് ചേറൂർ വന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വൈലോപ്പിള്ളി സ്മരണയിൽ ഞാൻ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ആവർത്തിക്കുന്നില്ല.
കക്കാടിന് വേറെയും തൃശ്ശൂർ ബന്ധങ്ങളുണ്ട്. അദ്ദേഹം പഠിച്ചത് കേരളവർമ്മ കോളേജിലായിരുന്നു. അപ്പം അന്ന് സരസ്വതി ടീച്ചർ അവിടെ അധ്യാപിക ആയിട്ടില്ല. അതുകൊണ്ട് ടീച്ചറുടെ ശിഷ്യനാവാനുള്ള ഭാഗ്യം കക്കാടിന് കിട്ടിയില്ല. അത് കഴിഞ്ഞാൽ ഒരു വിവേകോദയ സ്കൂൾ അധ്യാപകനായി കക്കാട്. അവിടെ നിന്നാണ് കോഴിക്കോട് നടുവന്നൂർ സ്കൂളിലേക്ക് അധ്യാപകനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചില എഴുത്തുകാർക്ക് ഒരു അസുഖം ഉണ്ടല്ലോ, ഇലക്ഷൻ മത്സരിക്കുക. അപ്പോൾ 54 മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ഇലക്ഷൻ വന്നപ്പോൾ കക്കാട് നോമിനേഷൻ കൊടുത്തു. കമ്മ്യൂണിസ്റ്റ്, അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അഴീക്കോട്, ഒറ്റേക്കാട്, TKC വടുതല, മറ്റേ പുനത്തിൽ കുഞ്ഞപ്പുള്ള, കടമ്മനിട്ട മാധവിക്കുട്ടി, ഇവരൊക്കെ ഇലക്ഷൻ വന്നിട്ടുള്ള ആൾക്കാരാണ്. അതിൽ 2 പേര് ജയിച്ചിട്ടുള്ളൂ. SK പൊറ്റേക്കാടും കടമ്മനിട്ടയും. കടമ്മിട്ട ആറന്മുളയിൽ ഇന്ന് നമ്മുടെ ബഹുമാന്യ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് ആറന്മുള. അവിടെ നിന്നാണ് കടമ്മനിട്ട ജയിച്ചത്. ഇവരൊക്കെ അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്റ് ആയിരുന്നു. സുകുമാർ അഴീക്കോടിനെ തോൽപ്പിച്ചിട്ടാണ് SK പൊറ്റേക്കാട് MP ആവുന്നത്. അപ്പോൾ ഇദ്ദേഹവും മത്സരിച്ചു. ആ പാനലിലെ ബാക്കി 8 പേര് ജയിച്ചു. കക്കാട് തോറ്റു. അത് അദ്ദേഹത്തിന്റെ കവിതയോടുള്ള ആളുകളുടെ മനോഭാവം. അതോടെ അദ്ദേഹം രാഷ്ട്രീയം മതിയാക്കി. പിന്നീട് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചു. അത് അപ്പോഴേക്കും ആകാശവാണിയിൽ അദ്ദേഹം ഉദ്യോഗസ്ഥനായിട്ട് കിട്ടി. അവിടെ രാഷ്ട്രീയം ഇല്ലെങ്കിൽ ചില യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുണ്ട്. അവിടെ വെച്ചാണ് ഈ കക്കാടിൻ്റെ കാവ്യ ജീവിതം വളരെ ശക്തമാകുന്നത്. NV കൃഷ്ണവാര്യരുടെ സാഹിത്യ സമിതി വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച സ്ഥലങ്ങളാണ്. അവിടെയാണ് കക്കാടിലെ കവി ശക്തനാവുന്ന സന്ദർഭം. അത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ വേദവും സംസ്കൃതമൊക്കെ പഠിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ കവിതകളുടെ കനം, പ്രയോഗിക്കുന്ന വാക്കുകളുടെ സംസ്കൃത പദങ്ങൾ, ഇതെല്ലാം ഉണ്ട്. പാതാളത്തിൻ്റെ മുഴക്കം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, കവിതയും പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ. കക്കാട് കവിതകളെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ചോദിച്ചാൽ ഈ വരി, ഈ പുസ്തകത്തിൻ്റെ പേര് മതി, പാതാളത്തിൻ്റെ മുഴക്കം. അന്ന് കക്കാടിൻ്റെ കവിത. ഇപ്പം നേരത്തെ ആ കവിതകളുടെ പേരൊക്കെ പറഞ്ഞു. ചെറ്റകളുടെ പാട്ട്, കഴിവേറിപ്പയ്യൻ്റെ പാട്ട്, പകലറുതിക്ക് മുമ്പ്, വജ്രകുണ്ടലം, ആശ്രമമൃഗം, കൊല്ലെ കൊല്ലെ എന്നുള്ളത്. ഈ കവിത പേരുകൾ കൊണ്ട് തന്നെ ആ കവിതകളുടെ ഒരു സ്വഭാവം മനസ്സിലാക്കണം. കരുത്ത് അതിൻ്റെ അടിസ്ഥാന തത്വമാണ്. അത് ഈ വേദവും സംസ്കൃതവും കലർന്നു വരുന്ന ഒരു ശൈലിയാണ്. അങ്ങനെയാണ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഇദ്ദേഹത്തിൻ്റെ കവിതകൾ, ഇദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലി വളരെ വൈകാരികവും ആർദ്രവുമാകുന്നത്. അതിനൊരു കാരണമുണ്ടായി. ആ കാരണം ഞാൻ അടുത്ത ഘട്ടത്തിൽ പറയാം. അപ്പം ഈ നഗരജീവിതത്തെ ഒരു മനുഷ്യൻ്റെ ഞരമ്പുകൾ വലിച്ചു കെട്ടിയ ഒരു കൂടാരമായിട്ട് ഒക്കെ ഉപമിച്ച ആ കവിതകളിൽ നിന്നാണ് മാറുന്നത്. അത് വളരെ സാന്ദർഭികമായി വരാം. കാരണം കക്കാടിന് കവിത മാത്രമല്ല, ചിത്രകല ഉണ്ടായിരുന്നു. നന്നായിട്ട് വരയ്ക്കുമായിരുന്നു കക്കാട്. ശാസ്ത്രീയ സംഗീതം നന്നായിട്ട് അറിയാം. ഓടക്കുഴൽ നന്നായിട്ട് വായിക്കും. കാവ്യബാഹ്യമായ കാര്യങ്ങളാണ് കക്കാടിൻ്റെ. അപ്പം അദ്ദേഹത്തിൻ്റെ ശൈലി ഇവിടെ നേരത്തെ പറഞ്ഞെങ്കിലും പോത്ത് എന്ന കവിതയുണ്ട് കക്കാടിൻ്റെ. നമ്മളൊരു തരം വെറുപ്പിക്കുന്ന തരം ഒരു ശൈലിയിൽ കക്കാട് എഴുതിയിട്ടുണ്ട്.
ചത്തകാലത്തിൻ്റെ തളം കെട്ടിയ ചെടിക്കുണ്ടിൽ ശവന്നാറി പുല്ല് നാവോളവും കൊഴുത്ത മെയ്യാകവേ താഴ്ത്തി നീ എത്ര ശാന്തനായി കിടക്കുന്നു. പോത്തിനോട് ചോദിക്കുക. വട്ടക്കൊമ്പുകളുടെ കീഴെ തുറിച്ച മന്ദൻ കണ്ണുകൾ കണ്ണാൽ നോക്കി കണ്ടതും കാണാത്തതും അറിയാതെ നീ എത്ര തൃപ്തനായി കിടക്കുന്നു. നിന്റെ ജീവനിൽ അഴുകിയ ഭാഗ്യം എന്തെന്ത് ഭാഗ്യം. ഈ ചടിക്കുണ്ടിൽ കിടക്കുന്ന പോത്തിൻ്റെ അവസ്ഥയിലുള്ള മനുഷ്യജന്മത്തെ, നഗരജീവിതത്തെ ദർശനം, ആ ഒരു ദർശനമാണ് കവിതയിൽ കണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ വെച്ച് കക്കാടിനെ പരിചയപ്പെട്ടെങ്കിലും, പ്രാഥമികമായിട്ട് പരിചയപ്പെട്ടെങ്കിലും, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചെങ്കിലും, ഞാൻ അദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെടുന്നത് കോഴിക്കോട് ജോലി കിട്ടി പോയപ്പോഴും. അതിനൊരു കാരണമുണ്ടായി. കക്കാടിൻ്റെ പത്നി ശ്രീദേവി എൻ്റെ സഹപ്രവർത്തകയായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞിട്ട് കക്കാടിൻ്റെ മകൻ ശ്യാം കുമാർ, അദ്ദേഹവും എൻ്റെ സഹപ്രവർത്തകനായി. വളരെ ജൂനിയറായിരുന്നെങ്കിലും 2 ആൺമക്കളാണ് കക്കാടിന്, ശ്രീകുമാറും ശ്യാം കുമാറും. ശ്രീകുമാർ വിവാഹം ചെയ്തിട്ടുള്ളത് കക്കാടിൻ്റെ ആത്മമിത്രമായിട്ടുള്ള വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ മകളെയാണ്. അപ്പോൾ ശ്രീദേവിയും ശ്യാമും എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഒരു കുടുംബ ബന്ധം കൂടി അതിലുണ്ടായി. ഞാൻ അവരുടെ വീട്ടിൽ പ്രാവശ്യം പോയിട്ടുണ്ട്. നെല്ലിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്, കോഴിക്കോട്. ഭാസ്കരൻ്റെയൊക്കെ വീടിൻ്റെയൊക്കെ പരിസരമാണ്. ഈ നെല്ലിക്കോട് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് അവിടെ നോക്കിയാൽ കാണാം. അടുത്ത സ്റ്റോപ്പാണ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. അവിടെയാണ് വീട്. ആ സമയത്ത് കക്കാട് രോഗബാധിതനാണ്. അപ്പോൾ ഞാനും എല്ലാ സ്നേഹിതനുള്ള അഷ്റഫിൻ്റെ സഹപ്രവർത്തകർ ഞങ്ങളാണ് ഇടയ്ക്കിടയ്ക്ക് പോവാറ്. അപ്പോൾ ഇദ്ദേഹം അകത്തുനിന്ന് വരുന്നത് തൂങ്ങി പിടിച്ച് വയറൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. ശസ്ത്രക്രിയയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ശ്രീദേവി എപ്പോഴും ചിരിക്കുന്ന മുഖമാണ്, ചിരിച്ചുകൊണ്ടേ സംസാരിക്കും. അപ്പോൾ ഞങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ ശ്രീദേവി പറയും, ആദ്യം തൊണ്ടയിലായിരുന്നു, ഇപ്പോൾ വയറ്റിൽ കഴിയുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സ്ത്രീക്ക് ഈ ഭർത്താവിനോട് കക്കാടിനോട് വലിയ ദേഷ്യമാണെന്ന് വിചാരിക്കുക. പക്ഷെ അവരുടെ നേച്ചർ അത് പിന്നീട് നമുക്ക് മനസ്സിലാവുന്ന ഒരു പരിഹസിക്കുന്ന പോലെയൊക്കെ പറയാം. ദുഃഖം. ആദ്യം തൊണ്ടയിലായിരുന്നു, പിന്നെ വയറ്റിൽ കഴിച്ചു പറഞ്ഞു. അപ്പോൾ കക്കാട് പറയും, ഞാൻ തൊണ്ടയിലുള്ളത് വിഴുങ്ങിയത് കൊണ്ടാണ് വയറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ക്യാൻസർ ബാധിതനായ ഒരു വ്യക്തിയുടെ വീട്ടിലാണ്. നമ്മൾ ഈ ക്യാൻസർ വാർഡിൽ ചിരി എന്നൊക്കെ പറയില്ലേ, അത് ഞാൻ ആദ്യം കണ്ടത് കക്കാടിൻ്റെ വീട്ടിലാണ്. ഒരു തമാശയായിട്ട് വേദനയുടെ എത്രത്തോളം ഹാസ്യമാ വേദനയ്ക്ക് കൊടുക്കാമെന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. പക്ഷേ ഈ രോഗം കക്കാടിനെ ആകെ മാറ്റിക്കളയും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ആ ശൈലി ഉണ്ടല്ലോ, വേദവും സംസ്കൃതിയും ഉണ്ടല്ലോ, കനത്ത ഭാഷയും അതെല്ലാം പോയി ഒരു ആർദ്രത, കാൽപ്പനികമായ ഒരു പദങ്ങൾ, ആധ്യാത്മിക ചിന്ത, ഇതൊക്കെയായി കവിതയിൽ വരികയാണ്. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞ 69 വരികളുള്ള സഫലമീ യാത്ര എന്നത്. ഈ 81 ഈ കവിത എഴുതുന്നു. ആ സമയത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടായിരുന്നു. പക്ഷേ അത് ശ്രീദേവിയോ മക്കളോ സഹപ്രവർത്തകരോ ആരും അറിഞ്ഞില്ല എന്നതാണ്. കക്കാടിന് മനസ്സിലാക്കിയത് ഡോക്ടർ എം കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ പ്രശസ്തനായ ഒരു ക്യാൻസർ വിദഗ്ധനുണ്ട് തിരുവനന്തപുരത്ത്. അദ്ദേഹം ഒരു ദിവസം കോഴിക്കോട് ആകാശവാണിയിൽ ക്ലാസ്സിൽ ചർച്ചയ്ക്കായിട്ട് വന്നു. അന്ന് ക്യാൻസർ അത്ര പോപ്പുലറല്ല. ഇന്നത്തെ ഗ്ലാമർ അന്ന് ക്യാൻസറിനില്ല. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത വേറെ 2 കോഴിക്കോട് ഡോക്ടർമാരൊക്കെ ഉണ്ട്. കൃഷ്ണൻ നായർ അതിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഭവിഷ്യത്തുകളെല്ലാം പറഞ്ഞപ്പോൾ കക്കാട് പ്രൊഡ്യൂസറാണ് ആകാശവാണിയിൽ. കക്കാടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആ ചർച്ച റെക്കോർഡ് ചെയ്യുന്ന കക്കാടാണ്. പെക്സ് എന്ന് പറയും, പ്രോഗ്രാം എക്സിക്യൂട്ടീവാണ്.
ആ സമയത്ത് ഇദ്ദേഹം ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ കൃഷ്ണന്മാർ പറയുന്ന അതേ ലക്ഷണങ്ങൾ അദ്ദേഹത്തിനുമുണ്ട്. ഈ റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം കക്കാട് കൃഷ്ണനാരെ യാത്രയാക്കാനായിട്ട് പോയിട്ട് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു. അപ്പോൾ ഇത് പറയണമെന്നില്ല, കൂടുതൽ അതിനെക്കുറിച്ച് അറിഞ്ഞു. അപ്പോൾ കക്കാടിന് ഉറപ്പായി ക്യാൻസർ ബാധിതനായിരിക്കുന്നു എന്നുള്ളത്. ആ ദിവസങ്ങളിലാണ് ഇയാൾ ആകെ മാറുന്നത്. ഈ സഫലമി യാത്ര എന്ന കവിതയുടെ ആരംഭം അവിടെയാണ്, രചന അവിടെയാണ്. അത് മനോനില ആകെ മാറിപ്പോവാണ്. കക്കാടിനെ നമ്മൾ എപ്പോഴും കാണുമ്പോൾ ചിരിച്ചുകൊണ്ടും തമാശ പറയുകയും ഒരു വികൃതി രൂപത്തിലാണ് കക്കാടിനെ. അതെല്ലാം മാറി ഒരു ശാന്തതയിലേക്ക് അയാൾ പോകണം. ആധുനിക കാലത്ത് ഈ രോഗപഠനം, രോഗം സാഹിത്യവും തമ്മിൽ വലിയുള്ള ബന്ധങ്ങൾ പഠിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഡോസ്റ്റോവ്സ്കി ചുഴലി രോഗത്തിൽപ്പെട്ട ആളാണ്. ഈ ചുഴലി രോഗം ഡോസ്റ്റോവ്സ്കിയുടെ കൃതികളിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളത് പഠനവിധേയമാണ്. അതിൽ വായന നൂലേൽ പലയൊക്കെ വന്നിട്ട് മണിക്കൂറുകളോളം കടന്നു. അന്ന് ആരും നോക്കാൻ തുടങ്ങുന്നില്ല. അതിൽ പറയുന്നത് ഒരു എൻലൈറ്റ്മെൻറ്റ്, ബോധോദയമാണെന്നാണ്. അതിന് എഴുതാനുള്ള ഒരു വലിയ ഉൾക്കാഴ്ച അതിൽ നിന്ന് കിട്ടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെക്കുറിച്ച് ദിവ്യമായ ഒരു പ്രേരണയാണ് ചുഴലി രോഗം ഡോസ്റ്റോവ്സ്കിയെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ കീറ്റ്സ്, ചെക്കോവ്, നമ്മുടെ ചങ്ങമ്പുഴ സഞ്ജയൻ, ഇവരെല്ലാം VC ബാലകൃഷ്ണ പണിക്കർ, ഇവരെല്ലാം TV എന്ന് മരിച്ച ആളുകളാണ്. ഈ രോഗവും സാഹിത്യ ഭാവനയും എന്നുള്ളതൊരു പഠനശാഖയാണ്. എഴുത്തിൽ അതിൻ്റെ സ്വാധീനം, അതിൻ്റെ മാനസിക നില എന്നതൊക്കെ അത് വലിയൊരു വേറൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കക്കാടിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് അന്ന് വരെയുള്ള കക്കാടല്ല ഈ സഫലമി യാത്ര എഴുതി. അപ്പോൾ ഏതായാലും മരണത്തെ അദ്ദേഹം മുമ്പിൽ കാണുകയാണ്. അപ്പോൾ ഒരു കുടുംബസ്നേഹം വരുന്നു, ദാമ്പത്യ സ്നേഹം വരുന്നു, മനസ്സ് കുറേ ആർദ്രമാവുകയാണ്. അപ്പോൾ ശ്രീദേവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ആദ്യം ആകാശവാണിയുടെ വായിച്ചത്, കോഴിക്കോട് ആകാശവാണിയാണ് ഈ കവിത വായിച്ചത്. അതിനുശേഷം ഇതിൽ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് അവസാനമായിട്ട് പ്രതികരിച്ചപ്പോൾ നമ്മൾ വായിക്കുന്ന ആ കവിതയല്ല യഥാർത്ഥത്തിൽ, നമ്മൾ പേര് അത് തന്നെയാണെങ്കിലും ആകാശവാണിയിൽ ആദ്യം വായിച്ചത് ആ കവിതയല്ല. പിന്നീടും അതിൻ്റെ ഓരോ ദിവസവും ഓരോ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് പോവാണ്. കാരണം ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ തൊണ്ടയിലെ ക്യാൻസർ വയറ്റിലേക്ക് പടർന്നു, കുടലിനെ ബാധിച്ചു. ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. കുടൽ മുറിച്ച് കളഞ്ഞിട്ടും ഇത് പടരുന്ന തരം ക്യാൻസറാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഈ കവിത അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് കാണുന്ന രൂപത്തിൽ പല പരിവർത്തനങ്ങൾ ആ കവിതയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം അതൊരു ആഴ്ചപ്പതിപ്പിന് അയക്കുന്നതിന് വേണ്ടി പകർത്താനായിട്ട് ഇയാൾക്ക് പറ്റുന്നില്ല. ശ്രീദേവിയാണ് പകർത്തുമ്പോൾ. ഇത് പകർത്തുമ്പോൾ ഇവർക്ക് തോന്നാണ് ഇങ്ങനെ വലിയൊരു അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല. അതിന് മുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ഇത് കക്കാട് ചെയ്ത് തന്നെയാണോ എന്ന് ശ്രീദേവിക്ക് ഒരു സംശയം. കാരണം അയാളുടെ ശൈലിയോ ഒന്നുമില്ല, ശൈലിക്ക് മാറ്റം അതിൽ വരികയാണ്. അങ്ങനെ അവർ ആ സംശയം പറഞ്ഞൊന്നുമില്ല. കവിത തിരുത്തി പകർത്തി അയച്ചു, ആഴ്ചപ്പതിൽ അച്ചടിച്ചു വന്നു. ആ സമയത്ത് ഇയാൾക്ക് സംസാരിക്കാൻ പറ്റാതെ കാട്ടി. ആ ടെസ്റ്റുകളിലാണ് നടത്തിയപ്പോഴാണ് ഇതിന് അർബുദമാണെന്ന് സ്ഥിരീകരിച്ചത്. ബാക്കി എല്ലാവരും ഞെട്ടി, കക്കാട് ഒഴിച്ച്. കാരണം അയാൾക്ക് മുമ്പേ അറിയാമല്ലോ, ഭാര്യയും മക്കളൊക്കെ ഞെട്ടി എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടാണ് ശസ്ത്രക്രിയ കഴിയുമ്പോൾ ചെറുകുടലിനെ ബാധിക്കുന്നതും ഒക്കെ. അപ്പോൾ ശ്രീദേവി പിന്നെയും തിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ ഒന്നും തൊണ്ടേന്ന് കഴിക്കാൻ പറ്റില്ല, ഇറങ്ങിയാലും ദഹിക്കില്ല എന്ന് പറഞ്ഞു. ആ ഒരവസ്ഥയിലാണ് ഞങ്ങളുടെ അവസാന കാലത്ത് കക്കാടിനെ കാണുന്നത്. അപ്പോൾ 87 ജനുവരി 6 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുമുമ്പ് ശ്രീദേവി റിട്ടയർ ചെയ്തിരുന്നു. കക്കാടിൻ്റെ മരണശേഷം അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആർദ്രമീ ധനുമാസ രാവിൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഈ
സഫലമേതുള്ള ആദ്യ വരികളാണ് എടുത്തിട്ടാണ്. ഇപ്പം അവർക്ക് 91 വയസ്സായി. ശ്രീദേവിക്ക് അൾഷിമേഴ്സ് ബാധിച്ചിരിക്കുകയാണ്. ഒരാളിനെ കണ്ടാൽ അറിയുന്ന ഒരു ദിവസം കാണാൻ പോകാനായിട്ട് വിചാരിച്ചപ്പോൾ ആളുകളെ കണ്ടറിയുന്നില്ല, ഓർമ്മയൊന്നുമില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അവരുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടേ സാർ, ഈ കക്കാടിനെ പറഞ്ഞ് നേരത്തെ വസന്തൻ മാഷ് വൈലോപ്പിള്ളിയിലെത്തി. സ്വാഭാവികമാണത്, ആ റൂട്ട് അതാണ്. കക്കാട് ഒഴുകി ഒഴുകി വൈലോപ്പിള്ളിയിൽ അവസാനിച്ച കവിയാണ്. പാറക്കെട്ടിലും തിരമാലൊക്കെ തല്ലി പതഞ്ഞ് ഒഴുകി വൈലോപ്പിള്ളിയിൽ അവസാനിച്ച കവിയാണ് കക്കാട്. ഗുരു എന്നാണ് വൈലോപ്പിള്ളി വിളിച്ചിരുന്നത് കാട്. വൈലോപ്പിള്ളി കക്കാടിൽ ലയിച്ചു എന്നതാണ് സത്യം. അതാണ് സഫലമി യാത്ര. നന്ദി.